ഹായ്, രാവിലത്തെ മോർണിംഗ് വെബിനാറൊക്കെ കഴിഞ്ഞു. ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ പറിക്കുക. അത്യാവശ്യം അവിടെ ഇവിടേക്ക് ഓരോ കായൊക്കെ ഉണ്ടായി തുടങ്ങി. അപ്പോൾ അത് പറിക്കുകയാണ്. മഴയും വെയിലും പെട്ടെന്ന് പെട്ടെന്ന് മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇടയ്ക്ക് മഴയും വെയിലും ഒക്കെയായി. ഇനി എന്താ പറയുക, നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ പറിച്ച് നമ്മൾ വീട്ടാവശ്യത്തിന് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കടായ്ക്ക് ചീച്ചിൽ വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് എനിക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം എനിക്ക് ബോധ്യമായത്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ബിസിനസ്സിനെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്. നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന പോലെ നമ്മൾ എന്തൊക്കെ കൃഷികൾ ചെയ്യുന്നു അതുപോലെയാണല്ലേ. നമ്മൾ നട്ട് നനച്ച് വളർത്തി വളം ചെയ്ത് കുറേയൊക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നടന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ മാത്രമാണല്ലേ ഒരു ബിസിനസ്സും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പെട്ടെന്ന് കോടീശ്വരനാകാമെന്നൊക്കെ വിചാരിച്ച് നമുക്ക് പെട്ടെന്ന് കോടീശ്വരനാകാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ കാര്യം അതിൻ്റെ സമയമെടുത്ത് ചെയ്ത് പഠിച്ച് അതിന് വേണ്ടുന്ന അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അവിടുന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ മാത്രമാണ്. അപ്പം ഞാൻ ഈ എന്താ പറയുക, മുളകും വഴുതനയും വെണ്ടയും പാവലും ഒക്കെ പറിച്ചു നടക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ പെട്ടെന്നൊരു ഐഡിയ തോന്നിയത്. ശരിയാണ്, നമ്മളിതൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ബിസിനസ് മേഖലയും. അതിനെ എത്രമാത്രം കഷ്ടപ്പെട്ട് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ മാത്രമാണ് അതും നല്ല രീതിയിൽ സക്സസ് ആവുകയുള്ളൂ എന്ന് നോക്കിക്കേ. നമ്മൾ എത്ര പരിപാലിച്ചാലാണ് അതിനെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുക. ജസ്റ്റ് ഒരു പരിപാലനം കുറഞ്ഞു പോയാൽ അതിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് അല്ലേ. ഒരു കൃഷി ചെയ്യുമ്പോൾ ഒന്ന് നോക്കിക്കേ, വളം കുറഞ്ഞു പോയാൽ, വളം കൂടിപ്പോയാൽ, മണ്ണിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, എന്തെങ്കിലും തണ്ടുപുഴു ഇടുന്ന ചീച്ചിൽ അല്ലെങ്കിൽ കാട്ടുവള്ളികൾ കയറുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആ ഒരു കൃഷിയിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുന്നുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു മുന്നോട്ടേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും. പെട്ടെന്ന് ഒരു കോടീശ്വരനോ അല്ലെങ്കിൽ വലിയ ലക്ഷപ്രൂഫുകളോ അല്ലെങ്കിൽ വലിയ കോടികളോ അങ്ങനെ കിട്ടുന്ന വരുമാനത്തിന് അർഹരാവൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്കിതൊക്കെ സക്സസ് ആകാൻ പറ്റുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ കാലാവസ്ഥ അതുപോലെ തന്നെയാണ്. പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് വെയിൽ തെളിയും. നമുക്ക് എന്താ പറയുക, നമ്മുടെ സാഹചര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ എന്താ പറയുക, മണ്ണിലെ പ്രശ്നങ്ങൾ കാരണം നമ്മുടെ തണ്ടുകൾ ചീഞ്ഞു പോകുന്നത്, നന്നായി കായ്ച്ചു നിൽക്കുന്ന സാധനമായിരിക്കും പെട്ടെന്ന് ചീഞ്ഞു പോകുക. അപ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ മേഖലയെ ഞാൻ ചിന്തിച്ച് നോക്കി കേട്ടോ. നന്നായി ബിസിനസ് ഓടുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ എന്തെങ്കിലും സംതിങ് ഇഷ്യൂസിൽ കൊണ്ട് ആ നമ്മുടെ ബിസിനസ്സിന് വല്ലാതെ ലോസ് വരുന്നതൊക്കെ. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് സമയമെടുത്ത് ചെയ്ത് മുന്നോട്ടേക്ക് പഠിച്ച് മുന്നോട്ടേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് പോകുമ്പോൾ നമ്മളുടെയൊക്കെ വരുന്ന തോൽവികളും പ്രശ്നങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.